നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മൊബൈൽ ഫോണും ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഇന്ന് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ സമീപകാലങ്ങളിൽ ഒട്ടനവധി ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ചിട്ടുള്ള വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ സാമൂഹ്യ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു സൈബർ സെക്യൂരിറ്റി എന്ന വിഷയത്തെക്കുറിച്ചിട്ട്. നിങ്ങളുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിക്കാം. ഇന്നത്തെ നമ്മുടെ അതിഥി അഡ്വക്കേറ്റ് റജി വസന്ത് BJ, സൈബർ എക്സ്പേർട്ട്. നമുക്ക് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം തന്നെ സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. തീർച്ചയായിട്ടും കാലം ഒരുപാട് മാറി. കാരണം ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ പണ്ട് കാലത്ത് നമുക്കൊരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ രാവിലെ അതിൻ്റെ സമയമനുസരിച്ച് പോയി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ തിരക്കിൽ നിന്ന് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആ രസീതുമായിട്ടൊക്കെ വീട്ടിൽ വരുന്നൊരു സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി ഇന്ന് ടിക്കറ്റ് ബുക്കിംഗ് മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുന്നത് വരെ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ സാധ്യമായിട്ടുള്ളൊരു കാലത്തിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്താണ് സൈബർ തട്ടിപ്പുകൾ, സൈബർ സേഫ്റ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ആരംഭിക്കാം. ഇത് വളരെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മൾ നോക്കേണ്ടത് 10-30 വർഷം കൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ വന്ന മാറ്റം ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തന്നെ നടന്നിരിക്കുന്നു. നമ്മൾ തുടങ്ങിയ കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഫിസിക്കൽ മോഡിൽ നിന്ന് ഒരു ഡിജിറ്റൽ മോഡിലോട്ടുള്ള മാറ്റം, നമ്മൾ അതിൽ സൈബർ യൂസേജ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾ അങ്ങനെ തുടങ്ങിയ പല ടെക്നോളജിയുടെ ഉപയോഗം ഡേ ബൈ ഡേ ഇറ്റ് ഈസ് ബിക്കമിങ് പാർട്ട് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ എങ്ങനെ അതിന് പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കും, അതിൽ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കാം, അത് നടക്കാതെ എങ്ങനെ സൂക്ഷിക്കാം, നമ്മളുടെ തലമുറ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അത് പല ആസ്പെക്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. അതൊരു പബ്ലിക്കിന് എങ്ങനെയാണ് അത് ഗുണം ചെയ്യുന്നത്, അവരെന്തൊക്കെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കണം, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപനം എങ്ങനെ അതിൻ്റെ ഗുണമുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ബന്ധമുണ്ടാവും, ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം, ഒരു ഫോറൻസിക് ലാബ് ഇല്ലെങ്കിൽ ഒരു ജുഡീഷ്യറിക്ക് സപ്പോർട്ട് ചെയ്യാൻ അത് അവരെങ്ങനെ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ചർച്ചയിൽ ചർച്ച ചെയ്യേണ്ടത്, അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ സർ, തീർച്ചയായിട്ടും അതുമായിട്ട് തന്നെ ചോദിച്ചോട്ടെ. കാരണം സാറ് കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഈ ഒരു മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്നു, റിസർച്ച് നടത്തുന്നു. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കാരണം അതിൻ്റെ ഓരോ ന്യൂക്ക് ആൻഡ് കോർണേഴ്സ് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഇത്രയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഈ ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പൊതുജനങ്ങൾക്ക് അവബോധമുണ്ട്? എന്താണ് സാറിന് അതേക്കുറിച്ചിട്ടുള്ളൊരു നിരീക്ഷണം? മെയിൻലി നമ്മൾ ഇപ്പോൾ ടെക്നോളജിയെക്കുറിച്ച് ആദ്യം പറയണം. ഇത് ടെക്നോളജി എങ്ങനെയാണ് ഇപ്പം നമ്മൾ തുടങ്ങിയ കാലത്ത് ഞാൻ പറയുന്നത് ഞാനൊക്കെ വരുന്നത് ഗൂഗിളൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു ജനറേഷനിലുള്ള ആൾക്കാർ. ആ കാലഘട്ടത്തിൽ നമ്മൾ ടെക്നോളജി എങ്ങനെ പബ്ലിക്കിലോട്ട് എത്തിക്കും, നമ്മൾ സിറ്റിസൺസിലോട്ട് എത്തിക്കും എന്നുള്ള ഫോക്കസ് ആയിരുന്നു നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു 10-15-20 വർഷം കൊണ്ട് നമുക്കറിയാം നമ്മളെ ലിറ്ററസി മൂവ്മെൻറ്റ്, അത് കണക്ക് തന്നെ സൈബർ ലിറ്ററസി, നമ്മളെ സ്റ്റേറ്റ് അതിന് വളരെ ഇതാണ്. അതിനെ തുടർന്ന് ഇപ്പം ആ ടെക്നോളജി തന്നെ വളരെയധികം പരിവർത്തനം വന്നിരിക്കുന്നു. അത് പല രൂപത്തിലും ഭാവത്തിലും അതിൻ്റെ പല സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്നത് അതിൻ്റെ എന്തൊക്കെ ചലഞ്ചസ് ആണ് അതിലുള്ളത്, എങ്ങനെയാണ് ഒരു സിറ്റിസൺ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതുമായിട്ട് ചേർത്ത് ചോദിച്ചോട്ടെ, കാരണം ഈ ഒരു വിഷയത്തിൽ അവബോധം ഉണ്ടായിരിക്കേണ്ട വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണ്. കാരണം നമ്മളിന്ന് 2025 എത്തി നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു സാങ്കേതിക വിദ്യ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം മുൻകാലങ്ങളിൽ നമ്മൾ മൊബൈലുകൾ കുട്ടികൾക്ക് കൊടുക്കില്ല, കാരണം പഠിക്കേണ്ട സമയമാണ്, പുസ്തകം പഠിക്കണം എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ മൊബൈലുകളിലൂടെയും ടാബ്ലറ്റുകളിലൂടെയും ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് കുട്ടികൾ ഓരോ പാഠം പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. എങ്ങനെയാണ് സാർ ഇപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു സൈബർ സെക്യൂരിറ്റിയുടെ ഒരു അവബോധം ഉണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മുടെ ആ ഒരു അറിവിനെ ഏതെല്ലാം തലങ്ങളിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്?
നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സൈബർ എന്താണ്, സൈബർ സ്പേസ് എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സൈബർ സെക്യൂരിറ്റി പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സൈബർ ക്രൈമും സൈബർ സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക്, സൈബർ ലോ, ഇതെല്ലാം പോകുന്നതിനും പ്രൈമറി ഫാക്ടർ സൈബർ എന്താണ്, സൈബർ സ്പേസ് എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ പണ്ട് ആസ് യു ടോൾഡ് ഏർലിയർ, നമ്മളൊരു വീട് ഇല്ലെങ്കിൽ വീടിന് ചുറ്റും ബൗണ്ടറി, നമ്മുടെ വീടിൻ്റെ പ്രൊട്ടക്ഷൻ, ഇല്ലെങ്കിൽ നമ്മളൊരു കോമ്പൗണ്ട്, അതാണ് നമ്മളൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അതൊരു കുറച്ചുകൂടെ ട്രാൻസ്ഫോം ആകുമ്പോൾ നമ്മൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, മെട്രോപോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യും. നമ്മൾ സൈബർ സ്പേസിലും അതേ കണക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ടെക്നോളജിയാണ്, അതിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡർ, ഇൻ്റർനെറ്റ് ആണെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഏതാണ്, അതിൽ നിങ്ങൾ എന്തൊക്കെ ഹാർഡ്വെയർസാണ് ഉപയോഗിക്കുന്നത്, അതിൽ എന്ത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അതിൽ എന്തൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് വളരെ വളരെ ഒരു വലിയൊരു ഏരിയയാണ്. അപ്പോൾ അതിൽ നമ്മൾ പറയുമ്പോൾ ഹാർഡ്വെയർ വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, നെറ്റ്വർക്കിംഗ് വരുന്നുണ്ട്, അതിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇതെല്ലാം കവർ ചെയ്ത് വരുന്നത് സൈബർ ഇത് വരുന്നത്. അപ്പം ഒരു സാധാരണ ഒരു വ്യക്തി നമ്മളൊരു ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ ഇവരിതൊന്നും നോക്കാറില്ല. ബേസിക്കലി അവർക്കൊരു റിസോഴ്സസ് കിട്ടുന്നു, അത് ഉപയോഗിക്കുന്നു. അപ്പം ബേസിക്കായിട്ട് ഓരോ പൗരന്മാരും എന്താണ് സൈബർ സ്പേസ് എന്ന് മനസ്സിലാക്കി സൈബർ സ്പേസിലെ ചലഞ്ചസിനെ കുറിച്ച് ഉപബോധം ഉണ്ടായാൽ മാത്രമേ സൈബർ സെക്യൂരിറ്റി മാറ്റമുണ്ടാവാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. സർ, ഈ സൈബർ സ്പേസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ വളരെ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ വാല്യുബിളായിട്ട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഡീൽ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഡേറ്റ, അത് ഈ സൈബർ ഇടങ്ങളിലെ. അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ആളുടെ ഡേറ്റയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഈ ഡേറ്റ ട്രാൻസ്മിഷൻ എത്രത്തോളം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ? നമ്മൾ വേൾഡ് വൈഡായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ പല രാജ്യങ്ങളിലും ഡേറ്റ പ്രൊട്ടക്ഷൻ വളരെ അധികം സ്ട്രിഞ്ചന്റ് റൂൾസ് ആണുള്ളത്. ഇന്ത്യയിൽ ഇന്ത്യയിൽ നമ്മൾ ഇനിഷ്യലി നോക്കുമ്പോൾ ഒരു 10-30 വർഷത്തെ മാറ്റത്തിന്, ബിക്കോസ് ഓൾമോസ്റ്റ് IT ആക്ട് വന്നിട്ട് തന്നെ 10-25 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ റീസെന്റ് ആയിട്ട് വി ഹാവ് എ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതോടുകൂടി വളരെയധികം, ബിക്കോസ് നമ്മൾ പൊതുവേ നമ്മളെ ഡേറ്റ ബിക്കോസ് ഇപ്പം അത് വളരെ സ്ട്രിഞ്ചന്റ് റൂൾസ് ആണ് അപ്പോൾ അതിലുള്ള. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരെയും പ്രൈവസി, നമ്മുടെ ഓരോരുത്തരെയും ഡേറ്റ അതെല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഓരോ വ്യക്തികളുടെയും ഓരോ ഓർഗനൈസേഷൻസിൻ്റെയും ഓരോ സ്ഥാപനങ്ങളുടെയും ഗവൺമെൻറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റിയായി മാറിക്കഴിഞ്ഞു. ഒരു ലീഗൽ ഫ്രെയിം വർക്കിലൂടെ തന്നെ അതിനൊരു വളരെ റെസ്ട്രിക്ഷൻ, പക്ഷേ അതിന് നമ്മൾ ഓവറോൾ പറയുന്നതോളും അത് ഇറ്റ്സ് എ ഡെവലപ്പിംഗ് സ്ട്രക്ചർ. ഇപ്പം നമ്മൾ പറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷനും നമ്മളെങ്ങനെ ഡേറ്റ പ്രൈവസി ഇത് ചെയ്യുമെന്ന് പറയുന്ന ചർച്ച ലോകം മുഴുക്കി നടക്കുന്നതാണ്. ഒരു സൈഡിൽ നമ്മൾ പറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് എങ്ങനെ ഇതിൻ്റെ മാറ്റം കൊണ്ടുവരുമെന്നും, ഒരു സൈഡിൽ നമ്മൾ എങ്ങനെ ഡേറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും, ഒരു ഡേറ്റയുടെ ഇൻറ്റഗ്രിറ്റി എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അത് വേറൊരു സൈഡ്. ഇതൊക്കെ ഒരു വലിയൊരു ചർച്ച ചെയ്യുന്നതും അതിനെ കൊണ്ട് പല കോടതികളിൽ കേസ് നടക്കുന്ന ഒരു വലിയൊരു വാസ്റ്റ് ഏരിയയാണ്. അപ്പം നമ്മൾ ടെക്നോളജി അപ്പം ഏത് ആംഗിളിലോട്ടാണ് പോകുന്നതെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമ്മളത് നോക്കുമ്പോൾ ഒരു പൗരൻ എന്താണ് അതിൻ്റെ എങ്ങനെ അത് ഓരോ കമ്പനികൾ അതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എങ്ങനെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാണ്. അതെ സാർ, അതുമായിട്ടനുബന്ധിച്ച് ചോദിച്ചിട്ട്, കാരണം ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റ മറ്റൊരാളിലേക്ക് ചോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കും? ഒന്ന് പെരിഫറലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു അത് രണ്ട് ആംഗിളിൽ കാണണം. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വ്യവസായ ആംഗിളിലും ഒരു സിറ്റിസൺ ആംഗിളിലും കാണണം. നമ്മൾ ബേസിക്കായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിസൺ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ഇതെല്ലാം നമ്മൾ എന്ത് കണ്ടാലും അത് എപ്പോഴും പറയുന്ന കണക്ക് ദർ ഇസ് നത്തിങ് കോൾ ഫ്രീ ഇൻ ദിസ് വേൾഡ്. ലോകത്തൊന്നും ഫ്രീ ഇല്ല എന്നുള്ള കാഴ്ചപ്പാട് ചിന്തിക്കണം. അപ്പോൾ നമ്മളെല്ലാം വന്നു വീഴുന്നത് എവരിത്തിങ് കം വിത്ത് ഒരു പ്രൈസ് ടാഗുമായിട്ടാണ്
ലോകത്തെല്ലാം വരുന്നത്. അപ്പം നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ വാലിഡിറ്റി, ഇൻറ്റഗ്രിറ്റി, ഐഡൻറ്റിറ്റി ഇതൊന്നും നോക്കാതെ നമ്മൾ യൂസ് ചെയ്യും. ബിക്കോസ് ഒരു കമ്പനി ഒരു റിസോഴ്സ് നമുക്ക് തരുന്നത് അവർക്ക് ബെനിഫിറ്റ് ഇല്ലാതെ ഒരു സ്ഥാപനങ്ങളും ഇന്ത്യയിലല്ല ലോകത്ത് ഒരിടത്തും പ്രവർത്തിക്കാൻ കഴിയില്ല. പൗരന്മാർ നമ്മളതിൽ നിന്ന് അതിൻ്റെ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയൊക്കെ നമ്മളെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിലാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങളെല്ലാം കൊടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടായിട്ട് പിന്നെ അതിന് വില വെച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതെ സർ, തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെ കുറിച്ച് വളരെയധികം സംസാരിക്കാനുണ്ട്. നമ്മുടെ ആദ്യത്തെ ഇടവേളയ്ക്കുള്ള സമയമാണ്. സാമൂഹ്യ പഠനത്തിന് ഇനിയൊരു ഇടവേള. സാർ, അപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് സൈബർ ഇടങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, നമ്മളെ ഡേറ്റ, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ തട്ടിപ്പുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കിടക്കുന്നു, നമ്മൾ ഉപദ്രവിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരണത്തിന് ആവശ്യമില്ല. വി ആർ ലൈക്ക് വെൽ നോൺ അബൌട്ട് ആ ഒരു കാര്യങ്ങൾ, ആ ഒരു ആസ്പെക്ട്. പക്ഷേ സൈബർ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ തട്ടിപ്പെന്ന് പറയുമ്പോൾ പലപ്പോഴും ഇന്ന് അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാത്ത ഒരുപാട് പേര് നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് സൈബർ കുറ്റകൃത്യങ്ങളെന്നൊന്ന് വിശദീകരിക്കാമോ? ആസ് യു ടോൾഡ്, നമ്മൾ പറഞ്ഞ കണക്ക് സൈബർ ക്രൈംസിനെ കുറിച്ച് ബിക്കോസ് വി ആർ വെൽ അവെയർ, ബിക്കോസ് നമ്മൾ അത്രയും കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ സൈബർ ക്രൈം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്രൈം എന്ന് പറയുമ്പോൾ സൈബർ സ്പേസിലും ഡിജിറ്റൽ സ്പേസിലും നടക്കുന്ന ക്രൈംസ് അത് എങ്ങനെ സംഭവിക്കുന്നു, അത് എങ്ങനെ സിറ്റിസൻസിന് അഫക്റ്റഡ് ആവുന്നു, അതിനെക്കുറിച്ച് വരുന്നതാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. അതിൽ പല കാരണങ്ങൾ നമ്മൾ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിലിമിനറി ക്രൈം തൊട്ട് അല്ലെങ്കിൽ ഒരു OTP അല്ലെങ്കിൽ പിൻ അല്ലെങ്കിൽ CVV അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ഇല്ലെങ്കിൽ അങ്ങനെ പല ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ. അപ്പം അത് നമ്മൾ പറയുന്ന നമ്മൾ ജനറേറ്റഡ് ഡീപ് ഫേക്കിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഒരു OTP മുതൽ അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് വരെ ഇല്ലെങ്കിൽ നോർമൽ ക്രൈം, ഫിനാൻഷ്യൽ ക്രൈം തൊട്ട് ക്രിപ്റ്റോ ക്രൈം വരെ എന്ന് പറയുന്നതല്ല, അതൊരു വലിയൊരു വാസ്റ്റ് ഏരിയയാണ്. ഞാൻ ഇന്നലെയും ഒരു ഡിസ്കഷനിൽ പറഞ്ഞത്, ഒരു സൈബർ ഫോറൻസിക് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് എന്ന് ആർക്കും പറയാൻ പറ്റൂല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ബിക്കോസ് ഇതൊരു ഡെയിലി ഇവോൾവിങ് ആൻഡ് ചലഞ്ചിങ് ഫീൽഡാണ്. ആരെങ്കിലും സൈബർ ഫോറൻസിക് എക്സ്പേർട്ടാണ്, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടാണെന്ന് അവകാശം പറഞ്ഞാൽ അതൊരു അവകാശവാദമായി നിലനിൽക്കും, അത് പൂർണ്ണതയില്ല എന്നാണ് ഞാൻ ഇന്നലെ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞത് അതാണ്. അപ്പോൾ അതൊരു ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ. അതെ, സയൻസ് പോലെ നമ്മൾ പൊതുവെ പറയാറുണ്ട്, സയൻസ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഇന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ നാളെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം, അല്ലേ? അപ്പം നമ്മളൊരു വരുമ്പോൾ അതിന്റെ കേസിന്റെ തന്നെ പാറ്റേൺസ് വളരെ വ്യത്യാസമാണ്. ഒരു ക്രൈമും മറ്റൊരു ക്രൈമും ഒരിക്കലും ഒരേ കാറ്റഗറിയിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ രണ്ടുപേരും ഒരേ മൊബൈൽ ഒരേ സമയം വാങ്ങി. നമ്മൾ രണ്ടുപേരും ഉപയോഗിക്കുന്നത് ഒരേ മൊബൈൽ, ഒരേ ബ്രാൻഡ്, ഒരേ ഇത്. പക്ഷെ നമ്മൾ രണ്ടുപേരും ഉപയോഗിക്കുന്നത് രണ്ട് രീതിയിലായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ തൊട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ലോക്ക് തൊട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് തൊട്ട്, നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസാക്ഷൻസ്, നമ്മൾ സെർച്ച് ഹിസ്റ്ററി തൊട്ട്, അങ്ങനെ A to Z അത് വ്യത്യാസം. ഇതെല്ലാം പോട്ടെ, നമ്മളെങ്ങനെ അപ്ഡേറ്റ് ചെയ്യും, ഞാൻ എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നു, അതുപോലും വളരെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതാണ് ഒരു സൈബർ ക്രൈം. അപ്പോൾ നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു, അതിലെന്തൊക്കെ നമ്മൾ എവിടെയെല്ലാം എന്തൊക്കെ ഡേറ്റ ബ്രൗസ് ചെയ്യുന്നു, അതിൽ എന്തൊക്കെ മാൽവെയർ അല്ലെങ്കിൽ എന്തൊക്കെ എറർ ഉണ്ടാവാന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഉപയോഗം അനുസരിച്ചിരിക്കും. അപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു പർട്ടിക്കുലർ ഇതിൽ നമ്മൾ ഏത് ക്രൈം എടുത്താലും അതിനൊരു നമുക്ക് പറയാം, നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടുന്നത് അല്ലെങ്കിൽ പ്രൂഡൻസ്, നമ്മളൊരു പർട്ടിക്കുലർ സക്സസ്ഫുൾ ആവുന്നത് നമ്മൾ ക്രൈം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും പറയും അറിവ് നേടുന്ന ജോലിക്കാണെന്ന് പറഞ്ഞാൽ അതല്ല കാര്യം. അറിവ് നേടുന്നത് നമ്മൾക്ക് സൊസൈറ്റിയിൽ നമ്മളുടെ തന്നെ നമ്മൾ പ്രൂഡൻസ് ഇമ്പ്രൂവ് ആവുന്നത്, എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ള ഡിസ്റ്റിങ്ഷൻ അറിയാനുള്ള അതാണ് അറിവെന്ന് ഉദ്ദേശിക്കുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ അവിടെ നമുക്കതിൽ പറയാൻ പറ്റും. അപ്പോൾ അതുള്ള ഒരു മനുഷ്യൻ മിക്കവാറും ആ ക്രൈം ചെയ്യാൻ വളരെ ശ്രദ്ധിക്കും. പക്ഷേ സൈബർ സ്പേസിൽ തലതിരിച്ച് ചിന്തിക്കണം. സൈബർ സ്പേസിലാവട്ടെ നമ്മൾ ചിന്തിക്കേണ്ടത്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും വളരെ പ്രൂഡൻസ് ഉള്ള ആൾക്കാരും പോലും ഇതിൻ്റെ വിക്ടിം ആവുന്നുണ്ട്. അപ്പോൾ അതിൽ നേരത്തെ ഇതിൻ്റെ ചോദിച്ച ചോദ്യത്തിൽ എങ്ങനെയാണ് ക്രൈമിൽ നിന്ന് സൈബർ ക്രൈമിലോട്ട് മാറുമ്പോൾ ഇതെങ്ങനെ, അപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയും എഞ്ചിനീയറിംഗ്, ഇത്രയും നോളജ്, ഇത്രയും കേരളം തന്നെ ഒരു നോളജ് എക്കോണമിയാണ്. ഇത്രയും വലിയ നോളജ് എക്കോണമിയിൽ ഇത്രയും അറിവുള്ള, ഇത്രയും നല്ല പൊസിഷനിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്
ആണ് ഇതിൻ്റെ വിക്ടിം ആവുന്നത് പറയുമ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സർ, അതുമായിട്ട് ചേർത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ സൈബർ ക്രൈമുകളുടെ കണക്കുകൾ നമ്മളൊന്ന് അതിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ വളരെ വലിയ കണക്കുകളാണ് ഓരോ ദിവസവും പുതിയ കേസുകളായിട്ടും അല്ലെങ്കിൽ തീർപ്പാക്കാത്ത കേസുകളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇത്രയധികം ക്രൈമുകൾ ഈ സൈബർ ലോകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 2, എന്തുകൊണ്ടായിരിക്കാം സാർ ഇത്രയും അധികം കേസുകൾ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്? സാറിൻ്റെ നിരീക്ഷണം എന്താണ് അതിനകത്ത്? ഞാനതിൻ്റെ ഗ്രാസ് റൂട്ടിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം. ഇന്ത്യ എന്ന് പറയുന്നത് 146 കോടി ജനങ്ങളുള്ള നാട്. തീർച്ചയായിട്ടും 3.6 crore പോപ്പുലേഷൻ കേരള. ഇപ്പം 3.64 പോപ്പുലേഷനുള്ള കേരളത്തിൽ നമ്മുടെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത് എൻ്റെ കണക്ക് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ സംതിങ് അറൌണ്ട് 65,000 ആണ് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഒന്നുകൂടെ സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കിയപ്പം നമ്മളൊരു റേഷ്യോ ഉണ്ട്, അതായത് സിറ്റിസൺ ടു പോലീസ് റേഷ്യോ എടുത്തപ്പോൾ സംതിങ് അറൌണ്ട് 500 സംതിങ് ആണ് കേരളത്തിൻ്റെ സ്റ്റാൻഡ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത് നിലവിൽ അത് 640. ഞാൻ പറയുന്നത് നോർമൽ ക്രൈം അനലൈസ് ചെയ്യാനുള്ള ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ സ്ട്രെങ്ത് ആണ്. 640 650 വരേണ്ടിടത്താണ് 500 പോലീസുകാരെ ഒരു 500 ജനങ്ങൾക്ക് ആ റേഷ്യോയിലാണുള്ളത്. മനസ്സിലായില്ലേ? അത് 640. അപ്പം നോർമൽ ക്രൈമോ ഇല്ലെങ്കിൽ നോർമൽ ക്രൈം ഇല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തന്നെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ പരിമിതി നമ്മളെ സ്റ്റേറ്റിലുണ്ട്. പിന്നെ അതിൽ കഴിഞ്ഞാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി നമ്മൾ ചർച്ചയിൽ ഡിസ്കസ് ചെയ്തതാണ്. ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തന്നെ പോലീസിൻ്റെ അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ റിസോഴ്സ് പേഴ്സൺസ് വളരെ കുറവാകുമ്പോൾ ഈ സൈബർ ക്രൈം എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ഏരിയ, ഞാൻ നേരത്തെയും പറഞ്ഞു, സൈബർ ക്രൈം എന്ന് പറയുന്നത് സൈബർ സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ടൈമും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ടെക്നോളജി, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് ഇല്ലെങ്കിൽ ഇത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് നമ്മളുടെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനും കൂടെ ഇല്ലെങ്കിൽ ഇത് ഡേ ബൈ ഡേ ദ തിങ്സ് വിൽ ഗെറ്റ് വേഴ്സ്റ്റ് എന്നേ എനിക്ക് പറയാനുള്ളൂ. സാർ, ഇനി സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചധികം നമുക്ക് സിനാറിയോസ് പറയുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് വ്യക്തമാകും എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്നുള്ളത്. സാധാരണഗതിയിൽ നമുക്കൊക്കെ ഈ മൊബൈലുകളിൽ മെസ്സേജ് വരാറുണ്ട്, ഇന്ന ലോട്ടറിക്ക് സമ്മാനം ലഭിച്ചു, അല്ലെങ്കിൽ ഇത്രയും വലിയ തുക സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും വിലയുരുന്ന വേറൊരു സമ്മാനം. ഇതൊക്കെ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ OTP ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാശ് അങ്ങോട്ട് കൊടുക്കണം. അപ്പം ഇത്തരം സിനാറിയോസ് ഇപ്പോൾ സാധാരണമായി കൊണ്ടിരിക്കുന്നൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് പലപ്പോഴും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്നൊരു ചോദ്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ളൊരു ക്രൈമിനെ കുറിച്ചിട്ട് സാർ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇതിനെ നമ്മൾ എങ്ങനെ നേരിടണം? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെ തിരിച്ചു വരികയാണ്. നമ്മൾ ഒരു കാര്യം ഇപ്പം നമ്മൾ ഇത്രയും നമുക്ക് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. നമുക്കൊരു നിങ്ങൾക്ക് നാളെ ഒരു എന്തെങ്കിലും ഒരു ഓഫർ കിട്ടിയാൽ ആരും അതൊരു SMS ആയിട്ടോ ഇല്ലെങ്കിൽ ഒരു ഫോണിൽ കൂടെ വിളിച്ച് പറയുന്നത് വളരെ പരിമിതമാണ്. നമുക്ക് അപ്പം നമ്മളൊരു നോർമൽ അറിവുള്ള ഒരാൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അത് എത്രത്തോളം നമ്മൾ എന്ത് കണ്ടാലും അത് ആദ്യം നമ്മൾ റിയാക്ട് ചെയ്യും. ബിക്കോസ് അതിൻ്റെ കുറ്റം എന്ന് പറയുന്നത് അതല്ല, നമ്മളൊരു ഫാസ്റ്റ് വേൾഡിലാണ് ജീവിക്കുന്നത്. നമുക്കാർക്കും പേഷ്യൻസ് എന്ന് പറയുന്നത് ഒട്ടുമില്ല. നമ്മളിതിൽ സൈബർ ക്രൈം എടുക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇംപേഷ്യൻസ് എന്നാണ്. അപ്പം നമ്മൾ ടെക്നോളജിയൊക്കെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു, അത് വളരെ ഷീൽഡിങ്ങുമാണ്. പക്ഷേ നമ്മളാണ് അതിൻ്റെ ഏറ്റവും ഒന്നെന്ന് പറയുന്നത്, നമുക്ക് അതിലുള്ള ട്രസ്റ്റ് ഫാക്ടർ ഒരു മേജർ ഫാക്ടറാണ്. ട്രസ്റ്റ്. നമ്മൾ എന്ത് കണ്ടാലും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓക്കെ അതാണെന്നുള്ള ട്രസ്റ്റിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം. വി നീഡ് ടു റീതിങ്ക് വെദർ അത് ജെന്യുവിൻ ആണോ അല്ലയോ, ഇത് വന്ന സോഴ്സ് എവിടെയാണ്, ഇതിൻ്റെ ഒതൻറ്റിസിറ്റി ഇൻറ്റഗ്രിറ്റി എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏത് കാര്യം കേട്ടാലും അത് ചാടി ഇറങ്ങുന്ന സ്വഭാവം നമ്മളെ സൊസൈറ്റിയിൽ വളരെ കൂടുതലാണ്. അത് ടെക്നോളജി ഉപയോഗിക്കുന്ന വ്യക്തി വളരെ കാര്യമായി അതിൻ്റെ ജെന്യുവിനിറ്റി ആദ്യം അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ആദ്യം ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അത് വളരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് നമ്മളങ്ങനെ ഇംപേഷ്യൻ്റ് ആവാൻ പാടില്ല. നമ്മൾ എപ്പോഴാണോ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് വഴി നമ്മളത് കൊടുക്കുന്ന ഒരു ക്ലിക്കോട് കൂടി അത് നമ്മളെ ഡേറ്റ ഇല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് എല്ലാം വൾണറബിലിറ്റിയിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇത് രണ്ടുമാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. ഒന്ന് ട്രസ്റ്റ്,
രണ്ടാമത്തത് കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക. ഇത് രണ്ടുമാണ് അതിൽ വേണ്ടത് പ്രധാനപ്പെട്ട കാര്യം. അതെ സാർ, ഇനി നമുക്ക് സാധാരണഗതിയിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഒട്ടനവധി മെസ്സേജുകൾ വിത്ത് ലിങ്ക്സ് വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ നിന്നുമാണെങ്കിലും അല്ല പ്രൈവറ്റ് വെബ്സൈറ്റുകളിൽ നിന്നാണെങ്കിലും ഒക്കെ ലിങ്കുകൾ വരാറുണ്ട്. അത് സാധാരണവുമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ഡേറ്റ ചോരുന്നത് അല്ലെങ്കിൽ ഈ സൈബർ കുറ്റവാളികൾ നമ്മുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗാഡ്ജറ്റിലേക്ക് കടന്നു കയറുന്നത് ഇത്തരം ലിങ്കുകളിലും കൂടെയാണ്. അപ്പം നമ്മൾ അറിയാതെ പരിചയമില്ലാത്ത അപകടമെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു എന്നിരിക്കട്ടെ, എന്താണ് ഇനി ചെയ്യാൻ സാധിക്കുക? ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒന്ന്, നമ്മളത് മാക്സിമം നമ്മളത് രണ്ട് കൂടുതൽ തവണ ചിന്തിച്ചിട്ട് വേണം ഒരു കാര്യം ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞതാണ് ഇതിന് ഒരു ബാരിയർ ഇല്ല, ആർക്ക് വേണോ സംഭവിക്കാം. ഇപ്പം ഞാനിപ്പം ഈ ഒരു യാത്രയുടെ തിരക്കിലായിരിക്കും, ചിലപ്പോൾ ഒരു നേരത്തെ പറഞ്ഞാൽ ഒരു എയർപോർട്ടിലോ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും വരുന്നത്. അപ്പം മോണായ ഗ്ലിംസ് നമ്മൾ പെട്ടെന്ന് അതുകൊണ്ട് അതിന് ഇന്ന ആളോ ഇല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആണോ അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു ഇതിലൊരു ബാരിയറേ ഇല്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിന്റെ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും. ഇപ്പം ഇങ്ങനെ അപ്പോൾ യു ഹാവ് കോംപ്രമൈസ്ഡ്. ഇപ്പം നമ്മളെ ചോദ്യം അതല്ല, ചോദ്യം ചോദിച്ചത് എന്താണ്. ഇപ്പം നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമ്മൾ ബേസായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ അതിനെ ഫുൾ ലോഗൗട്ട് ആക്കുക. നമ്മൾ ഏതാ കണക്ഷനാണോ കണക്ഷനിൽ നിന്നത് ഡീആക്ടിവേറ്റ് ആക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ഏതെങ്കിലും പാസ്വേഡ്സോ അങ്ങനെ കോംപ്രമൈസ് ആയിട്ടുണ്ടെങ്കിൽ ഡീആക്ടിവേറ്റ് ആയതിനു ശേഷം നിങ്ങൾ പാസ്വേഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റുക. നിങ്ങൾ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ നിങ്ങൾ ചേഞ്ച് കുറച്ചുകൂടെ ഹാർഡ് കോർ ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ കോംപ്രമൈസ് ആയെന്ന് മനസ്സിലായി എത്രയും പെട്ടെന്ന് മാറ്റാനുള്ളത് നോക്കുക. ഇപ്പം നിങ്ങൾ ഫോണിൽ അതിനെക്കാട്ടിയും കോടയിലുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇത് ഫുൾ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഫാക്ടറി റീസെറ്റ് ഉണ്ട്. ആ മോഡിൽ അത് വളരെ ക്രിട്ടിക്കൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറി റീസെറ്റ് മോഡിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അത് നിങ്ങളുടെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ നമ്മൾ പറയും നിങ്ങൾ ഇതൊന്ന് നമ്മൾ ആൻറ്റിവൈറസോ അല്ലെങ്കിൽ ഇട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ യു ക്യാൻ അപ്രോച്ച് എ ഫോറൻസിക് ലാബ് ഓർ സൈബർ സെക്യൂരിറ്റി ഓർഗനൈസേഷൻസ് തന്നെ അപ്രോച്ച്. നിങ്ങൾ പോലീസിൽ നിന്ന് കിട്ടാൻ വളരെ പരിമിതമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അത്രയ്ക്ക് ഉത്തരവാദിത്വവും ജോലിയും കിടക്കുമ്പം അപ്പോൾ അതൊരു പരിധി വരെ എന്നാലും നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ പക്ഷേ ബേസിക്കലി നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുനിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. ഈ 3-4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതെ, ഇതിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ സാധിക്കുന്ന സാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ലിങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജോ ഒക്കെ വരുമ്പോൾ പല തവണ ചിന്തിക്കുക അതിലേക്ക് തൊടുന്നതിന് മുമ്പ്. സാർ, ഇനി ഇത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു സിനാറിയോ ആണ്. കാരണം ഇപ്പോൾ എനിക്ക് തന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ വാട്സപ്പിൽ നിന്നും കാശ് കടം ചോദിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ ചിന്തിക്കുന്നത് ലൈക്ക് എന്തെങ്കിലും ആവശ്യമായിരിക്കും. അങ്ങനെ നമ്മൾ കാശ് കൊടുക്കുന്നു, അതോടുകൂടി നമ്മുടെ ബാങ്കിൻ്റെ എല്ലാ എമൗണ്ട് പോകുന്നു. അത്തരം ഒരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നമ്മൾ പ്രോഗ്രാം കാണുന്ന പലരും. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളെ നമ്മൾ വാട്സപ്പിലൂടെ വരുന്ന തരത്തിലുള്ള ഇത്തരം ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഇത്തരം സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകളെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടണം? ഇത് എത്രത്തോളം കോമൺ ആണ്? സാറിൻ്റെ അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യത്തിൽ? ഇത് നമുക്ക് വളരെ ഇപ്പോൾ ഇറ്റ്സ് എ കോമൺ തിങ്. ഇപ്പം പണ്ട് നമ്മൾ പറയുന്നത് വാട്സിനെ ഇത് നടക്കുന്നതാണ്. ഇപ്പം നോക്കുമ്പോൾ നമ്മൾ സീനിയർ ഒഫീഷ്യൽസിൻ്റെത് പോലും ഇങ്ങനെ സീരിയസ് ആയിട്ടൊക്കെ ഹാക്ക് ചെയ്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിൽ നിന്ന് പേയ്മെൻറ്റ് ചോദിച്ചു അത് കൊടുത്തവരുണ്ട്. അപ്പോൾ അതിൽ ഇതൊരു പിന്നെ പലരും ഈ ചെറിയ എമൗണ്ട് കൊടുക്കുന്നവരുണ്ട്, വലിയ എമൗണ്ട് കൊടുക്കുന്നവരുണ്ട്. പലരും അത് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിടാത്ത ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞിട്ട് തൽക്കാലം ഇപ്പോൾ ഇത് നമ്മൾ ഒരു ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഐ എം ബോറോയിങ് സം മണി ഫ്രം യു, ഐ വിൽ ബി ആസ്കിങ് യു ആൻഡ് യു വിൽ ബി ബോറോയിങ്. നമുക്കൊരു ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സൈബർ സ്പേസിൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് പേയ്മെന്റ് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇതിൽ എളുപ്പം പറയേണ്ട കാര്യം, ഇപ്പം നമ്മളിതുവരെ ഞാനത് ഒരിടത്തും കാണാത്തൊരു കാര്യമാണ്. സൈബർ സ്പേസിൽ ഇനി ആര് പൈസ ചോദിച്ചാലും ആളെ വിളിച്ച് ചോദിച്ചിട്ട് പൈസ കൊടുത്താൽ മതി. അതല്ലേ ഏറ്റവും പ്രാക്ടിക്കൽ. ഞാനിതുവരെയും കേട്ടിട്ടില്ല. അപ്പോൾ പൊതുവേ ആൾക്കാർ പറയുന്നത് നമ്മളൊരു വീഡിയോ കോൾ ചെയ്തോ ഇല്ലെങ്കിൽ ബെറ്റർ ആരും ചോദിക്കട്ടെ, നിങ്ങളെ ചുറ്റുമുള്ള 10 പേരെ ഈ കാര്യം പറയൂ. ഒരാൾ നിങ്ങളെ ഫേസ്ബുക്കിലൂടെ പേയ്മെന്റ് ചോദിച്ചു. യു ഡു വൺ തിങ്, യു ഗിവ് എ കോൾ ടു ദ പേഴ്സൺ. പുള്ളിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്യാം, ഇല്ലെങ്കിൽ നേരിട്ട് വീഡിയോ കോൾ ചെയ്താൽ ഇപ്പോൾ AI ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ കോൾ ഹിസ് നമ്പർ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഹി വാണ്ട്സ് ദ മണി. വൈ യു നീഡ് ടു സിംപ്ലി സെൻഡ് ദ മണി
മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ആ ചുറ്റുമുള്ള കേരളത്തിൽ 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. ഒരാൾ 10 പേരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 10 പേര് അടുത്ത 10 പേരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിഷൻ തന്നെ 1 മാസം കൊണ്ട് പണി തീർക്കാൻ പറ്റും. കേരളത്തിൽ ഇനി ആരും സോഷ്യൽ മീഡിയയിലൂടെ പേയ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ച് ചോദിച്ചിട്ടേ പേയ്മെന്റ് കൊടുക്കുള്ളൂ. അതോടുകൂടി ഈ പ്രോബ്ലമേ തീർന്നു, ഗ്രാസ് റൂട്ട് ലെവലിൽ തീർന്നു കഴിഞ്ഞു. നമ്മളാകെ 3.6 ക്രോസേ ഉള്ളൂ. 10 പേര് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഈ ക്രൈം, അതായത് സോഷ്യൽ മീഡിയയിലൂടെ ആരും പേയ്മെന്റ് കൊടുക്കൂല. അത് ഇന്ന് വിളിച്ച് ചോദിച്ചിട്ട് കൊടുക്കും, ഒരു ഫോൺ കോളല്ലേ പോകുന്നുള്ളൂ. അപ്പം പിന്നെയും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് അതിലും വിശ്വാസമില്ല, നിങ്ങൾ കൊടുക്കണമെന്നുള്ള നിങ്ങളെ വ്യഗ്രത കൊണ്ട് കൊടുത്താൽ ഒരു ഫോൺ കോളിൽ 1 മിനിറ്റല്ലേ എടുക്കത്തുള്ളൂ. സോ പിന്നെ പൈസ പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ശരി സർ, സാമൂഹ്യ പാഠത്തിൽ ഇനി ഒരു ചെറിയ ഇടവേള. വീണ്ടും സ്വാഗതം സാമൂഹ്യ പാഠത്തിലേക്ക്. സർ, പലപ്പോഴും സൈബർ കുറ്റകൃത്യങ്ങളുടെ കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമ്മൾ അയച്ച ഡേറ്റ, അത് ചിത്രമാണെങ്കിലും വീഡിയോ ആണെങ്കിലും മെസ്സേജുകളൊക്കെ ആണെങ്കിലും ഡിലീറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. പക്ഷെ പലപ്പോഴും അത്തരത്തിൽ അങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് അത് ജെന്യൂൻ റീസൺസിന് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഇത്തരം അയച്ച് ഡിലീറ്റ് ചെയ്ത ഡേറ്റ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കണം. ഇഫ് ഇറ്റ് ഈസ് അതൊരു ഒഫൻസിൻ്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ, ഈസ് ദർ എനി പോസിബിലിറ്റി നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാനുള്ള? ഈ ഉത്തരം ഞാനൊരു സൈബർ ഫോറൻസിക് എക്സ്പേർട്ട് ആയിട്ടായിരിക്കും തരേണ്ടത്. നേരത്തെ പറഞ്ഞത് സൈബർ ക്രൈം മേഖലയിലാണെങ്കിൽ നമുക്കിപ്പോൾ വളരെ ഞാനൊരു ഫോറൻസിക് ലാബ് എന്നിട്ട് വേണ്ടത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആംഗിളിലായിരിക്കും ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റുന്നത്. നമുക്ക് ഡെയിലി വരുന്ന കേസസ് ആണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു കാൻഡിഡേറ്റ് UK നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും ഇന്ത്യയെക്കാട്ടി ടെക്നോളജി അഡ്വാൻസ്ഡ് UK ഓക്സ്ഫോർഡിലുള്ള ഒരാൾ ഇപ്പം, അപ്പോൾ അങ്ങനെ ഒരു കേസ് അനലൈസ് ചെയ്തു. അപ്പോൾ ഇത് ഡിപ്പെൻസ്. അപ്പം നമ്മളതിൽ നോക്കേണ്ടത് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഡേറ്റ എങ്ങനെ, ബിക്കോസ് നമുക്കതിൽ ഓപ്പൺ സോഴ്സ് ടൂൾസ് അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിനെ സംബന്ധിച്ചിടത്തോളം, ഈവൻ നമ്മളെ ലാബിലായാലും നമുക്ക് ഒരു വാട്സാപ്പ് ആയാലും നല്ല വരുന്ന, അതിന് മൾട്ടിമീഡിയ ഫോറൻസിക്സ് എന്നാണ് അതിനെ പറയുന്നത്. ഈ മൾട്ടിമീഡിയ വാട്സാപ്പ് മാത്രമല്ല, നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് ആയാലും വീഡിയോസ് ആയാലും സൗണ്ട് ക്ലിപ്പ് ആയാലും അതിൻ്റെ ലോഗ് അനാലിസിസ്, അതിൻ്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ ഡിലീറ്റഡ് ആയിട്ടുള്ള വാട്സാപ്പും നമുക്ക് റിക്കവർ ചെയ്ത് അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് എവിഡൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. റിക്കവർ ചെയ്യുന്ന ചിലർക്ക്, എനിക്ക് വന്നിട്ടുള്ള പല കേസസിലും വന്നിട്ടുള്ള ചിലപ്പം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇതിങ്ങനെ ഡിലീറ്റഡ് ആയി പോയ കേസസ് വന്നിട്ടുണ്ട്. ചിലർ മറ്റേ ഡിലീറ്റഡ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിൽ ചില കണ്ടീഷൻസിൽ അത് കിട്ടാതെയും വരുന്നുണ്ട്. അതിലെപ്പോഴും നമുക്ക് 100% കിട്ടുമെന്നുള്ളതല്ല. ചിലപ്പം ക്ലിയർ ചാറ്റ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ അതിൽ കിട്ടാനുള്ള, അപ്പോൾ അതൊന്നും പബ്ലിക് ഡൊമൈനിൽ പറയേണ്ട കാര്യമില്ല. ഇതൊരു ലോ എൻഫോഴ്സ്മെന്റ് ആംഗിളിൽ അപ്പം ആ ഒരു കാര്യമാണ് അത്. ബിക്കോസ് ഒരു ഫോറൻസിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കേസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അതൊരു അത്രയും നമ്മൾ സെക്യൂർഡ് ആയിട്ട് ഇതൊരു കോടതിയിൽ കൊടുക്കുന്ന രേഖ അതെങ്ങനെ ഇറ്റ്സ് പോസിബിൾ ടു റിട്രീവ്, ബിക്കോസ് നമ്മൾ വി ഹാവ് ടെക്നോളജി. ഇന്ത്യയിൽ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ R&D ഡിപ്പാർട്ട്മെന്റിന്റെ ടൂൾസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലത്. അതല്ലാതെ തന്നെ ഇന്റർനാഷണൽ ടൂൾസ്, ഓരോ രാജ്യങ്ങളും നല്ല പവർഫുൾ ആയിട്ടുള്ള ടൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ടെക്നോളജി ഇല്ലാതെ പേഴ്സണലായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എത്ര റോബസ്റ്റ് ടെക്നോളജി, അതിൽ നമ്മൾ അവർ എത്രത്തോളം ബാക്കപ്പ് സപ്പോർട്ട്, അതെല്ലാം ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ് ഏതാണ്, ഇപ്പം നിങ്ങൾ ഐഫോൺ ആണോ ആൻഡ്രോയിഡ് ആണോ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ അതിന് നേരത്തെ നമ്മൾ പറഞ്ഞ നമ്മളെ പ്രോപ്പർട്ടീസ് എന്താണ്, നിങ്ങൾ എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ട്, ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം നമ്മളൊരു ചാറ്റ് റിക്കവറി മാത്രമല്ല നോക്കേണ്ടത്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുക്കെ നോക്കിയിട്ട് വേണം ഒരു ഫോൺ. ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഒരേ ഫോൺ ഒരേ സമയം വാങ്ങി ഒരേ സമയം ഉപയോഗിച്ചു, പക്ഷേ പല രീതിയിലാണ് ഉപയോഗിച്ചത്. പക്ഷേ അതിന്റെ അപ്പോൾ ഇത് പല കണ്ടീഷൻസും അതിൽ വർക്കാവും. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച് എ ലാബ്. അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിനാണെങ്കിൽ ജുഡീഷ്യറി വഴി ഒരു സ്റ്റേറ്റ് ഫോറൻസിക് ലാബുകളുണ്ട്, നാഷണൽ ഫോറൻസിക് ലാബുകളുണ്ട്, സെൻട്രൽ ഫോറൻസിക് ലാബുകളുണ്ട്. യു ക്യാൻ ടേക്ക് ദ റിസോഴ്സസ് ടു. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ മിനിസ്ട്രിയുടെ ലാബും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സെൻട്രലിൻ്റെ ലാബുണ്ട്, ടെക്നോ പാർക്കിലാണ്. സോ ദാറ്റ്സ് ഇറ്റ്. സർ, ഈ നമ്മുടെ ഓൺലൈൻ തട്ടിപ്പുകളുടെ അല്ലെങ്കിൽ ഓൺലൈൻ ക്രൈമിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഓൺലൈൻ ആപ്പുകളുടെ അല്ലെങ്കിൽ ഓൺലൈൻ ഉള്ള പല മേഖലകളുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും. അപ്പം അതിനൊരു ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു സമീപകാലത്ത് നമ്മൾ കേൾക്കുന്നതാണ്
ഡേറ്റിംഗ് ആപ്പുകളിലൂടെ നടക്കുന്ന തട്ടിപ്പുകൾ, അതുമായിട്ടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് എത്രത്തോളം ലെവൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലോട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഹാപ്പനിങ് ഇൻ ദിസ് ഏരിയ. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോളും മോണിറ്ററിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഓൾറെഡി ലോട്ട് ഓഫ് ഡിസ്കഷൻസ് ഹാപ്പനിങ് ഇൻ ദ ലാസ്റ്റ് 1 or 2 months ടൈം. അതിൻ്റെ ഗവൺമെൻറ് റെഗുലേഷൻസും നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. നമ്മൾ മെയിൻലി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണ് നമ്മൾ ഡൗൺലോഡ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഏത് ആപ്പ് അതിൻ്റെ ഇൻറ്റഗ്രിറ്റി ഐഡൻറ്റിറ്റി വളരെ മേജർ ഫാക്ടറാണ്. അപ്പോൾ നമുക്കത് നമ്മൾ എന്തെങ്കിലും എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ അതിൻ്റെ ഒരു ചട്ടക്കൂടിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഗവൺമെൻറ് നമ്മൾ പറയും ഒരു ബാങ്ക് ലോൺ ആപ്പ് എടുക്കുകയാണെങ്കിൽ അത് RBI റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനൊന്നും ഒരു പർട്ടിക്കുലർ റെഗുലേറ്ററി ബോഡിയുടെ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഞാൻ തന്നെ കഴിഞ്ഞൊരു ചർച്ചയിൽ ദൂരദർശൻ പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞതാണ്. സാർ, അതുമായിട്ടനുബന്ധിച്ച് കാരണം സൈബർ ഇടങ്ങളിലൂടെ കാശ് നഷ്ടമാകുന്നത്, പ്രത്യേകിച്ച് നമുക്കറിയാം ലോൺ ആപ്പുകളിലൂടെ അല്ലെങ്കിൽ മറ്റ് പല ആപ്പുകളിലൂടെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ലിങ്കിൽ നമുക്ക് അറിയുന്നൊരു കാര്യം, നമ്മൾ അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിലോ അല്ലെങ്കിൽ OTPയോ ഷെയർ ചെയ്യരുത് എന്നുള്ളതായിരുന്നു ഇത്രയും കാലവും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നൊരു കാര്യം. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ കാര്യം മാറി. ഒന്ന് എന്തെങ്കിലും ഒരു സാധനം ഓപ്പൺ ചെയ്താൽ തന്നെ മതി, ലിങ്ക് തന്നെയാണെന്ന് നിർബന്ധമില്ല. അപ്പം ഇത്തരത്തിൽ ഈ സൈബർ ഇടങ്ങളിലൂടെ നഷ്ടമാകുന്ന പണം തിരികെ ലഭിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ സാർ? അതിനെക്കുറിച്ച് സാർ എന്താ പറയാനുള്ളത്? ഇത് നമുക്കിപ്പോൾ കുറച്ചുകൂടെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മെയിൻലി നമ്മളെ കയ്യിൽ നിന്ന് ഫിനാൻഷ്യലായിട്ട് എമൗണ്ട് പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ നമ്മളത് പിന്നെ ഫസ്റ്റ് റെസ്പോണ്ട് നമ്മളെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങളത് നേരത്തെ പറഞ്ഞ കണക്ക് 1930 എന്ന നമ്പറിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക, വിളിച്ച് എത്രയും പെട്ടെന്ന്. അപ്പോൾ അത് പറഞ്ഞാൽ അത് നിങ്ങളെ അതിന് ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറയും. ആ ഗോൾഡൻ ഹവറിനകത്ത് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കും ബാങ്കിങ്ങിനും ഇത് ഏത് അക്കൗണ്ടിലോട്ടാണ് പോയെന്നുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ആ ഫ്രീസ് ചെയ്യുന്നത് മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങളെ ഫണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ച് എത്തിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം പലരും ഈ മ്യൂൾ അക്കൗണ്ട്സ് ഉപയോഗിക്കുന്ന വഴി പലരും ഇത് പലതായിട്ട് സ്കാറ്റർ ചെയ്ത് ഇപ്പം നമ്മൾ A അക്കൗണ്ടിൽ നിന്ന് B അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ B അക്കൗണ്ടിൽ നിന്ന് C അക്കൗണ്ടിൽ നിന്ന് D അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രവണത അതൊരു വലിയൊരു ചലഞ്ചാണ്. അപ്പം ഇത് റെസ്പോണ്ട് ചെയ്യേണ്ടത് ആർക്കാണോ വിക്ടിമായ ആൾ എത്രയും പെട്ടെന്ന് തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ. ഇത് അതിനെക്കുറിച്ച് പിന്നെ റിസർച്ച് ചെയ്യാതെ നമ്മളത് അതിനുള്ള പിന്നെ അത് എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് എങ്ങനെ എന്നുള്ള എല്ലാ എടുത്ത് ബേസിക് ആയിട്ടൊന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മളെ ലാബിൽ വന്ന ഒരു കേസിലും വി ആർ ഏബിൾ ടു ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന്റെ ഒരു കേസ് നമ്മളത് ട്രബിൾ ഷൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ, വളരെ നല്ലൊരു കാര്യമാണ് സാർ. അതുമായിട്ട് അനുബന്ധിച്ച് നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും സംശയമാണ്, നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതൊരു വലിയൊരു ചോദ്യമാണ് സാർ. അപ്പം അതിന് എങ്ങനെ നമുക്ക് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം? ഇനി ഉണ്ട് എന്ന് ബോധ്യമായാൽ എന്ത് ചെയ്യണം? എനിക്ക് വരുന്ന പല കേസസും ഇതാണ്. അപ്പോൾ നമ്മളത് രണ്ട് രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്, എൻ്റെ ലാബ് അപ്രോച്ച് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മളതിൽ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാവും അത് ഉണ്ടെങ്കിൽ നമ്മളത് സെക്കൻഡ് ലെവലിലോട്ട് അതിൻ്റെ മെയിൻ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകുന്നതാണ് നമ്മൾ ഫോറൻസിക് ലാബിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളെ ആസ്പെക്റ്റ് ആണ്. ഇപ്പം നിങ്ങളെ ഫോണിൽ ഒരു ഓവറായിട്ട് ചൂടാവുക അല്ലെങ്കിൽ ബാറ്ററിയിൽ വരുന്ന വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ചെറിയ നമുക്ക് എല്ലാം റീസൺസ് ആവൂല, എന്നാലും അതിനൊരു മിനിമം ഡൗട്ട് വരാം. അൺയൂഷ്വൽ മൂവ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ പലതും പോപ്പപ്പ് ആവുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ സർഫ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യാത്ത പല കാര്യങ്ങളും ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബ്രീച്ച് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബ്രീച്ച് ഉണ്ടായെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളത് നമ്മളത് കുറച്ചുകൂടെ തീർച്ചയായിട്ടും നമ്മുടെ ഡേറ്റ ഏറ്റവും വലിയ നമ്മളെ വാല്യുബിൾ ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, നമ്മളെ കണ്ടന്റ്, ചിലപ്പോൾ നമ്മളെ OTP, പാസ്വേഡ്, ഡീറ്റെയിൽസ് മുഴുവനും നമ്മളെ ബാങ്ക് ഇല്ലെങ്കിൽ ഫോണിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഓരോ വ്യക്തിയുടെയും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അത് കിടക്കുന്നത്. അപ്പം നമ്മൾ ഫോണിനെക്കാട്ടിയും വാല്യൂ ആണ് നിങ്ങളുടെ ഡേറ്റയ്ക്ക്. ചിലപ്പം ഫോൺ നമുക്ക് പറയാൻ പറ്റും ഇത്ര രൂപ 40 ഫോൺ പോയാൽ നമുക്ക് വേറൊരു ഫോൺ വാങ്ങിക്കാം. കയ്യിരിക്കുന്നതെല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത് ഇതായിരിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് ആൻറ്റി വൈറസ് ഉപയോഗിച്ച് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും സൈബർ സെക്യൂരിറ്റി ഓർഗനൈസേഷൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ക്രീൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒന്നും നടന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാം പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം ഫാക്ടറി റീസെറ്റിലോട്ട് പോയി കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും ഇതുള്ളത്. ഏത് നിങ്ങൾ ടെക്നോളജിയിൽ അത്ര സാവി അല്ലെങ്കിൽ യു ക്യാൻ ഐദർ അപ്രോച്ച് എനി പേഴ്സൺ ഓർ എ ടെക്നോളജിസ്റ്റ് ഓർ എ
ഓർഗനൈസേഷൻ. ബട്ട് മേക്ക് ഷുവർ അത് നമ്മൾ എന്ത് കേട്ടാലും അത് ഹാക്ഡ് ആണോ എന്നുള്ള ഒരു സംശയം മൈൻഡ് സെറ്റിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു വിടാറാണ് നമ്മൾ ചെയ്യാറുള്ള പതിവ്. അതെ സർ, തീർച്ചയായിട്ടും ഇനിയുള്ള ചോദ്യം വളരെ വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ചോദ്യമാണ്. കാരണം പാസ്വേഡ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കാരണം പലപ്പോഴും നമുക്ക് അമളി പറ്റുന്നത് പാസ്വേഡിൻ്റെ കാര്യത്തിലാണ്. അപ്പം പാസ്വേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? അത് ചെയ്യുന്നത് വളരെ കാര്യമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും, എന്നിട്ട് പാസ്വേഡ് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ചിന്തിക്കും. പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ള ഏറ്റവും വലിയ ഉദാഹരണം, ഒരു കേരളത്തിൽ ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല തേക്കിൻ്റെ അല്ലെങ്കിൽ നല്ല ഒരു ഡോറായിരിക്കും ഉള്ളത്. പക്ഷേ ഒരേ വീട് ചിലപ്പോൾ ഒരു 1000, 500, 1000 സ്ക്വയർ ഫീറ്റ്, 2000 സ്ക്വയർ ഫീറ്റ്, 3000 സ്ക്വയർ ഫീറ്റ്, ബാക്കിലെ ഡോർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വൾണറബിൾ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഫ്രണ്ടിലെ ഡോർ നമ്മൾ ഒരേ വീട്ടിൽ, അപ്പം ഫ്രണ്ടിലെ ഡോർ ഇത്രയും ഒരു നമ്മൾ പറയും ട്രഡീഷണൽ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഫ്രണ്ടിൽ കൂടെ കയറണ്ട, ബാക്കിൽ കൂടെ ഈസി ആയിട്ട് കയറാമല്ലോ. അപ്പം അതേ കണക്ക് തന്നെയാണ് പാസ്വേഡിൻ്റെ കാര്യം. അപ്പം ബേസിക്കലി ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ് ആണ്. അപ്പം നമ്മൾ വായിൽ നിന്ന് എന്ത് വീഴുന്നു അത് കണക്കാണ് നിങ്ങളെ പാസ്വേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻറ്റഗ്രിറ്റി നിങ്ങൾ അത് എങ്ങനെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെറിയ പാസ്വേഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം എളുപ്പം വേണം. നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാം എളുപ്പം, എല്ലാം നമ്മളെ കയ്യിൽ നമ്മുടെ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ വി ആർ ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. അപ്പോൾ അതുകൊണ്ട് വിചാരിക്കും നമ്മൾ പിന്നെ ഈ പാസ്വേഡ് നമ്മൾ ഓരോ ദിവസം കയറുമ്പോൾ ഇങ്ങനെ മെനക്കെട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കരുതിയാണ് നമ്മൾ ഈസി പാസ്വേഡ് കൊടുക്കും. ഇപ്പോൾ XYZ എന്ന് പറഞ്ഞ പാസ്വേഡ് കൊടുത്തു പോകും. പക്ഷേ എല്ലാവരുടെയും പാസ്വേഡ് അതാണ്. അപ്പം ഇതെന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഈ XYZ എടുത്ത് നമ്മൾ എളുപ്പമകത്ത് കയറുമ്പോൾ അതിൽ നിങ്ങളെ ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നിങ്ങളെ വെബ്സൈറ്റ് ഇമെയിലോ ഹാക്ഡ് ആയി കഴിഞ്ഞാൽ അതിൽ വരുന്ന കോൺസിക്വൻസസ് വലുതാണ്. ഇത് മുഴുവനും ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങളുടെ ഡാർക്ക് വെബിലും ഇത് എവിടെയൊക്കെയാണ് നിങ്ങളുടെ സാധനം നിങ്ങൾ കോംപ്രമൈസ് ആയെന്ന് ഒരു സൈബർ സെക്യൂരിറ്റി ഫേമിനെ പോകുമ്പോൾ യു നീഡ് ടു സ്പെൻഡ് മോർ ദാൻ ദാറ്റ് ടു ആൻ എൻഡ്. ഇപ്പോൾ എൻ്റെ ലാബിൽ വന്നാലും നിങ്ങൾക്ക് അതിനെക്കാട്ടി എമൗണ്ട് എനിക്ക് തരേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം ലെങ്തി പല ഡിജിറ്റ്സും ക്യാരക്ടേഴ്സും അങ്ങനെ ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു രീതിയിലുള്ള ചെയ്യുക. മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഉണ്ട്. എങ്ങനെ പിന്നെ നിങ്ങളുടെ അങ്ങനെ എന്തെല്ലാം സെക്യൂരിറ്റി, ഇപ്പോൾ ടെക്നോളജി പഴയ ടെക്നോളജി അല്ല, ടെക്നോളജി സോൾവ് ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ടെക്നോളജി തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വൾണറബിലിറ്റി ഉള്ളത് കൊണ്ട് അത് ടെക്നോളജി കമ്പനിക്കും മോശമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഹാക്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അവർക്ക് തന്നെ വലിയ തലവേദനയാണ്. നമ്മൾ ഓരോ തവണയും അവരെ സപ്പോർട്ട് എടുക്കുക. അപ്പം അവർ നോക്കുന്നതിൽ നിങ്ങൾക്ക് ഈ റിസോഴ്സ് തന്നിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങളെ മടി കാരണം ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതെ, അപ്പോൾ തീർച്ചയായിട്ടും പാസ്വേഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബെറ്റർ. അപ്പം കുറച്ച് പാടാണെങ്കിലും അതുകൊണ്ടാണ് ഈ പാട് നമുക്ക് എല്ലാവർക്കും എളുപ്പമാണ് നമ്മളെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ പിന്നെ ഇനി എപ്പോഴും കൊടുക്കണ്ടേ എന്നുള്ള ഒരു മടി കാരണവും അല്ലെങ്കിൽ മെനക്കേട് കാരണമാണ് നമ്മളത് കൊടുക്കും തോറും നമ്മൾ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കാട്ടിയും ബുദ്ധിമാന്മാരാണ് സൈബർ ക്രിമിനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങളൊരു ഈസി ഡോർ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളെ വിൻഡോ നിങ്ങൾ തുറന്നിടുകയാണ്. മനസ്സിലായി. അപ്പം ഈസി ആയിട്ട് ക്രാക്കബിൾ അല്ലാത്ത പാസ്വേഡുകൾ അത് ഒബ്വിയസ്ലി അതല്ലേ ചെയ്യേണ്ടത്. അപ്പം നമ്മളത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കാര്യം, ഒന്ന് നിങ്ങളുടെ ഡേറ്റ നിങ്ങളെ പ്രൈവസി നിങ്ങളുടെ ഇന്റഗ്രിറ്റി നിങ്ങളെല്ലാം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. കുറച്ച് നമ്മളിപ്പോൾ അറിയില്ലേ നമ്മൾക്ക് എല്ലാം ധൃതിയാണ്. അപ്പം നമുക്ക് വി നീഡ് ടു അച്ചീവ് എവരിത്തിങ് അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. അപ്പോൾ അത് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങളാണ് നോക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെങ്കിലും അത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. സാർ, ഇന്നത്തെ സാമൂഹ്യ പഠനത്തിന് അനുസരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ക്ഷണം സ്വീകരിച്ച് സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിലും ഓരോ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെ മറുപടി നൽകിയതിലൊക്കെ വളരെയധികം നന്ദി. താങ്ക് യു. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.